സീന മാം, നേമ മാം റെഡി അല്ലേ? റെഡി മാം. സീന മാമിനെ കാണാനില്ലല്ലോ. സോറി മാം, ഞാൻ ഒരാള് ട്യൂഷൻ അന്വേഷിച്ചോണ്ട് വീണ്ടും വിളി. ഓക്കെ, രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. നന്നായിട്ട് ചെയ്യുക. എവിടെ സീന മാമിന്റെ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ സീന മാം. ക്ലിയർ ആണോ വീഡിയോ? ക്ലിയർ ആണ്, സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ. ആദ്യം തന്നെ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഇന്നത്തെ നമ്മുടെ സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സീന ഷിനോജ്. ഞാൻ ടീച്ചറാണ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ സ്റ്റുഡൻറ് പാരന്റ് എംപവർമെന്റ് കോച്ച് കൂടിയാണ്. ഞാൻ വിംബിളിന്റെ ഭാഗമാവുന്നത് ഒക്ടോബർ മാസം മുതലാണ്. വിംബിളിന്റെ മോർണിംഗ് സർക്കിളിലൂടെയാണ് ഞാൻ വിംബിളിലേക്ക് എത്തിയത്. മറ്റൊരു ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ വിംബിളിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ കോഴ്സിൽ നിന്നും വിഭിന്നമായി ഫൈസൽ സാർ എടുത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇനിയുമുണ്ടെന്ന് ഉള്ള ഒരു തിരിച്ചറിവാണ് നമ്മുടെ ട്രെയിനേഴ്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. അത് എൻ്റെ വളരെ വലിയൊരു നല്ല തീരുമാനം തന്നെയായിരുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കൂടാതെ ഉറപ്പിച്ചു പറയാം, അതായത് ഫൈസൽ സാർ എടുത്തെത്തിയപ്പോഴാണ് ശരിക്ക് ട്രെയിനിങ്ങിൻ്റെ നിഷ് മാർക്കറ്റിംഗ് അല്ലെ നിഷ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത എനിക്ക് മനസ്സിലായത്. അതുവരെ ഒരുപാട് മറ്റുള്ള പല കാര്യങ്ങളും പഠിക്കുകയും വായിക്കുകയും ചെയ്യുക, അതിനേക്കാൾ ഉപരി നമ്മളെ നിഷ് എന്താണോ ആ നിഷിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വായനയിലേക്കും അത്തരം പ്രവർത്തനങ്ങളിലേക്കും നമ്മൾ നീങ്ങേണ്ടതിൻ്റെ ആവശ്യകത കൃത്യമായി എനിക്ക് സാറ് മനസ്സിലാക്കി തന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ബാച്ച് 22 ബാച്ചിലുള്ള ഒരു ട്രെയിനേഴ്സ് ബാച്ചിലുള്ള ഒരു പാർട്ടിസിപ്പൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനത് അഭിമാനപൂർവ്വം തന്നെ ഞാൻ പറയുകയാണ്, ഈ ഒരു മേഖലയിൽ ട്രെയിനേഴ്സിൻ്റെ മേഖലയിൽ എനിക്കും ഒരു സാധ്യത ഉണ്ടാവുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്നത്തെ കാലത്ത് ട്രെയിനേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലും ട്രെയിനിങ് ആവശ്യമാണ്. അതുപോലെ തന്നെ ട്രെയിനേഴ്സിൻ്റെ സാധ്യതയും ഒരുപാടുണ്ട്. അത്തരം സാധ്യതകളിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഒരു ട്രെയിനർ എങ്ങനെയാവണമെന്നും ആ ട്രെയിനിങ് കൊണ്ട് അല്ലെ ട്രെയിനർ കൊടുക്കുന്ന ട്രെയിനിങ് കൊണ്ട് അവർക്ക് എന്താണ് നമ്മൾ എന്താണോ ലക്ഷ്യം വെക്കുന്നത് ആ ഒരു റിസൾട്ട് നമ്മളിൽ പങ്കെടുക്കുന്ന ആളുകളിലേക്കും എത്തിക്കണം. അത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ നമുക്ക് വിംപിളിന്റെ ട്രെയിനേഴ്സ് ബാച്ചിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതിനാദ്യം തന്നെ ഫൈസൽ സാറിനോടും അതുപോലെ നമ്മുടെ ഗൈഡ് ചെയ്യുന്ന അർച്ചന മാമിനോടും എല്ലാവരും ഞാൻ തുടക്കത്തിലേ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ സെഷൻ നമുക്ക് ഏറ്റവും അഭിമാനപൂർവ്വം തന്നെ പറയാവുന്ന ഒരു ട്രെയിനറെയാണ് നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ളത്, ഡോക്ടർ നെയ്മ മാം. ഡോക്ടർ നെയ്മ മാമിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയാണ്, ഹോമിയോപ്പതി ഡോക്ടറാണ്, അതോടൊപ്പം കൗൺസിലറാണ്, കൂടാതെ വുമൺ എംപവർമെന്റ് കോച്ചായിട്ട് മാം പ്രവർത്തിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ, അതുകൊണ്ടാണ് അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്നതിന്റെ പ്രധാന കാരണം നമ്മുടെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, നമ്മൾ സമൂഹത്തിൽ ഒരു സ്ത്രീ ഉയർന്നു വരുമ്പോഴാണ് ആ സമൂഹം വളരുന്നത്. യഥാർത്ഥത്തിൽ ഒരു വീട്ടിൽ എപ്പോഴും സ്ത്രീ ഉയർന്നു വരുമ്പോൾ ആ വീട്ടിലെ എല്ലാ മെമ്പേഴ്സിനെയും, അതായത് കുട്ടികളുടെയും എല്ലാവരുടെയും ഉയർച്ചയാണ് അതിലൂടെ ലക്ഷ്യമാക്കുന്നത്. മാമിൻ്റെ ഏറ്റവും പ്രധാന കാര്യവും ഇത്തരം മേഖലകളിലേക്കാണ്. മാം സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, അവരെ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം, അതുപോലെ തന്നെ ബേൺ ഔട്ട് ആവുന്ന കാലഘട്ടം അല്ലെ, സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പല വിഷയങ്ങളിലും ബേൺ ഔട്ടായി മാറുന്നത്. അതായത് ഒന്നാമത് നിരന്തരമായ ഉത്തരവാദിത്തങ്ങള്, വിശ്രമമില്ലാത്ത ജോലി, അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഗൈഡൻസ് പല സ്ത്രീകൾക്കും ഇന്ന് ലഭിക്കുന്നില്ല.
അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് മാം വിശദമായി ഇന്നത്തെ നമ്മുടെ സെഷനിൽ മാം അവതരിപ്പിക്കുന്നതാണ്. നല്ല ഒരു ക്ലാസ് നമുക്ക് നൽകുന്നതാണ് എന്ന് ഉറച്ചൊരു വിശ്വാസം എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് ഈ സെഷനിലേക്ക് പങ്കെടുക്കാൻ ഞാൻ ആദരപൂർവ്വം ആദ്യം തന്നെ മാമിനെ, ഡോക്ടർ നെയ്മ മാമിനെ അത്യാദരപൂർവ്വം ക്ഷണിക്കുന്നു. അതോടൊപ്പം ഇന്ന് ഈ സെഷനിൽ പങ്കെടുക്കാൻ എത്തിയ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. Thank you, ma'am. Thank you, Seena ma'am, for a wonderful intro. എല്ലാവരെയും ഞാൻ ഇന്നത്തെ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യാണ്. കുറെ പേര് ജോയിൻ ആയിട്ടുണ്ട്. താങ്ക് യു. വളരെ നല്ലൊരു ഇൻട്രോ ആയിരുന്നു. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? ഓക്കെ. ആദ്യം ഞാൻ മാം പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്നെ ഒന്നുകൂടി പരിചയപ്പെടുത്താൻ. ഞാൻ ഡോക്ടർ നെയ്മ, മലപ്പുറമാണ് സ്വദേശം. ഞാനൊരു ഹോമിയോപ്പതി ഡോക്ടറാണ്, കൗൺസിലർ ആൻഡ് വുമൺ എംപവർമെന്റ് കോച്ചായിട്ടാണ് ഞാനിപ്പോ കറന്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോ മാം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ മാം ഓൾറെഡി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാനൊരു വുമൺ എംപവർമെന്റ് കോച്ച്, അല്ലെങ്കിൽ ഒരു മദർ ആണ്, ഞാനൊരു വുമൺ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, വുമൺ എപ്പോഴും മുന്നിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ എത്ര നമ്മൾ മുന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴും നമ്മളിങ്ങനെ പിടിച്ചു നിർത്തുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഫാമിലി ഉണ്ടാകും, നമ്മളെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പിടിച്ചു നിർത്തുന്നതുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ അനുഭവിക്കുന്നത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇന്ന് അങ്ങനത്തെ മൊത്തത്തിൽ വലിയൊരു ടോപ്പിക്കിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഇന്ന് ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് താനും. അപ്പോ നിങ്ങൾ ടോപ്പിക്കിന്റെ നെയിം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ആരെങ്കിലും? ഓക്കെ. ബേൺ ഔട്ട് ഇൻ വുമൺ ആൻഡ് മദേഴ്സ്, റിക്കഗ്നിഷൻ ആൻഡ് റിക്കവറി ആണ്. അപ്പൊ നമുക്ക് പൊതുവെ അധികാരം പറഞ്ഞു കേൾക്കാത്ത, അല്ലെങ്കിൽ തുറന്ന് പറയാൻ മടിയുള്ള ഒരു കാര്യം ഈ ബേൺ ഔട്ടിനെ പറ്റിയിട്ട്. എന്താണ് ബേൺ ഔട്ട്? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്താണ് നിങ്ങളുടെ ഒരു മനസ്സിലുള്ള ബേൺ ഔട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്ന കാര്യം എന്താണെന്ന് ആരെങ്കിലും ഒന്ന് പറയാവോ? എല്ലാ കാര്യങ്ങളും പെർഫെക്ഷൻ ആയിട്ട് നോക്കി നടത്താനും. ഹലോ, പറയൂ മാം. എല്ലാ കാര്യങ്ങളും പെർഫെക്ഷൻ ആയിട്ട് നടന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ മറന്നുപോയി എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ഓടി നടക്കും. അപ്പൊ ഫൈനലി കുറെ കഴിയുമ്പോൾ നമ്മളെ മടുത്തു എന്ന് തോന്നും, നമ്മളോടൊരു മടുപ്പ് തോന്നും. ആ ഒരു കണ്ടീഷനെ നമുക്ക് ബേൺ ഔട്ട് എന്ന് പറയാം. നോ മോർ ഫ്യൂവൽ എന്നുള്ളൊരവസ്ഥ. നമ്മൾ ശാരീരികമായും മാനസികമായും ഇമോഷണലി ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ടയേർഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ. നമുക്ക് വേണ്ടി ജീവിക്കാതെ എന്താ പറയാ, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട്, നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ ഏറെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഓടി 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 അവസാനം ഫ്യൂൽ ഇല്ലാതെ, ഒരു കാറിനാണെന്നുണ്ടെങ്കിലും ഒരു വെഹിക്കിളിനാണെന്നുണ്ടെങ്കിലും നമ്മൾ ഡീസൽ അടിക്കുന്നു, നമുക്ക് ഓടാൻ പെട്രോൾ കുറയുന്ന സമയത്ത് വീണ്ടും പെട്രോൾ അടിക്കുന്നു, അത് വീണ്ടും നല്ല കണ്ടീഷനിൽ ഓടുന്നു. പക്ഷെ പലപ്പോഴും മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ അവനവന് വേണ്ടിയിട്ടുള്ള ഫ്യൂവല്, ഈ മോർ ദാൻ നമുക്ക് ഫ്യൂവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണം, വെള്ളം, വായു എന്നൊക്കെ പറഞ്ഞാലും ഇമോഷണലി നമുക്ക് കിട്ടേണ്ട കുറെ ഫ്യൂവൽ ഉണ്ടാവും. അത് കിട്ടാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി പോലെ, തീവണ്ടി പോലെ, അത്രയും റെസ്പോൺസിബിലിറ്റീസ് നമ്മളെ ബാഗേജ് ആക്കിയിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഈ ഇമോഷണൽ ബേൺ ഔട്ട് എന്നൊക്കെ പറയാം. ഇത് നമുക്ക് ശാരീരികമായും മാനസികമായും ഇമോഷണലി ഇത് നമ്മളെ അഫക്ട് ചെയ്യും എന്നുള്ളതാണ്. പൊതുവെ ഈ ബേൺ ഔട്ട് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് മാത്രമാണോ? അല്ല, എല്ലാവർക്കും, മനുഷ്യനും പൊതുവായിട്ടുള്ളതാണ്. വർക്ക് ബേൺ ഔട്ട് ഉണ്ടാവും, ഇമോഷണൽ സ്ട്രെസ് ബേൺ ഔട്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൂടുതലായിട്ട് സ്ത്രീകൾക്കുള്ള ബേൺ ഔട്ടാണ്. കാരണം അവരുടെ ഇമോഷൻസിനെയോ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരുപാട് കാര്യങ്ങൾ സപ്രസ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെക്കാരം. അത് അവർക്ക് ഇറക്കി വെക്കാനുള്ള ഒരു സ്പേസ് പൊതുവെ അവർ കണ്ടെത്താൻ മറന്നു പോകാറുണ്ട്. കാരണം അവരുടെ റെസ്പോൺസിബിലിറ്റീസ് കൂടുതലും, അല്ലെങ്കിൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മക്കൾക്കായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്കായിരിക്കാം, അവരുടെ ജോലി, കരിയർ, അതിനേക്കാളും ഒരു പക്ഷെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഒരു കാര്യങ്ങളിലേക്കായിരിക്കാം.
അപ്പൊ എനിക്ക് ഇപ്പൊ ജോലിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും തന്നെ ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നിടത്ത് അവർക്ക് ഒരു പക്ഷേ ഒരു ഗൈഡൻസിന്റെ കുറവുണ്ടാകാം, അവർ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കാം, ടൈം മാനേജ്മെന്റിന്റെ പ്രശ്നം ഉണ്ടാവാം. ചെറിയ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കരിയർ ഗ്യാപ്പ് വരുന്നു, അതിന്റെ ഒരു സ്ട്രെസ് വരുന്നുണ്ടാകും. അല്ലെങ്കിൽ ആ കുട്ടികളെ മാനേജ് ചെയ്യുന്ന, തനിയെ മാനേജ് ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങള്, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ഈ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, ഇതെല്ലാം കൂടി അവരിങ്ങനെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും എന്റേത് മാത്രമാണ് എന്ന്, ഞാൻ ചെയ്താൽ മാത്രമേ ശരിയാകൂ, എന്റേത് മാത്രം റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ഞാൻ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പോകും എന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ടേ പോകുന്ന ഒരു സമൂഹം ഉണ്ടാകും നമ്മളുടെ ഇടയിൽ. ഓൾമോസ്റ്റ് എല്ലാവരും 90% ഓഫ് വുമൺസും അങ്ങനെയുള്ള ആൾക്കാരേക്കാരം. നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ ശരിയാവുള്ളൂ, നമ്മൾ ചെയ്താൽ മാത്രമേ ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ ചെയ്താൽ, എന്റെ കൈയും കണ്ണും എത്തിയാൽ മാത്രമേ ആ വീട് വീടായി മാറുള്ളൂ എന്ന് വിചാരിക്കുന്നതാണ്. എല്ലാ റെസ്പോൺസിബിലിറ്റീസും എന്റേത് മാത്രമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അത് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒക്കെ മടിയുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ ഇന്ന് നമ്മൾ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പോ ഇനി നെക്സ്റ്റ് ഇതിനുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു 5 കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്കിന്ന് പറയാം. പൊതുവെ നമ്മൾക്ക് കുറെ റീസൺസ് പറയാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇതിനെ കുറിച്ചുള്ള ബേൺഔട്ട് ചെയ്യുന്ന, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഓവർ നമ്മുടെ ഡിപ്രഷൻ അല്ലെങ്കിൽ നമ്മുടെ ആങ്സൈറ്റി, ഞാൻ ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ അറ്റൻഷൻ സീക്ക് ചെയ്യുക, അല്ലെങ്കിൽ പീപ്പിൾ പ്ലീസ് ചെയ്യുക. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ആൾക്കാരിൽ കാണുന്നത് പീപ്പിൾ പ്ലീസിങ്. ഞാനൊരു നല്ല അമ്മയല്ല എന്ന് മറ്റുള്ളവരെങ്ങാനും പറയോ, എന്നെ കൊണ്ടൊന്നും കഴിയാത്തവളാണ് എന്ന് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അങ്ങനെയുള്ള തോട്ടിലൂടെ പോകുന്നവർക്കാണ് ഈ ഇത്തരം ബേൺഔട്ട് കൂടുതലായിട്ട് കാണുന്നുണ്ടാവുക. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ 5 റീസൺസ് പറയാം. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റം ബേൺഔട്ട് ആണ്. അപ്പൊ നെർവസ് സിസ്റ്റം ബേൺഔട്ട് വരുമ്പോൾ നിങ്ങൾക്കറിയാം, നെർവസ് സിസ്റ്റം ആണ് നമ്മുടെ ബോഡിനെ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും ഉണ്ട്. അപ്പൊ നമ്മളൊരു സർവൈവൽ സ്റ്റേജിലൂടെ, ഡേഞ്ചർ സ്റ്റേജിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് റിക്കവറി ആണ്, അല്ലെങ്കിൽ സേഫ് റിലാക്സ് സ്റ്റേജിലൂടെയാണെന്നുണ്ടെങ്കിൽ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ് നമ്മളെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഭയങ്കര ഇമോഷണലി ഡ്രെയിൻ ആയിട്ട്, ഭയങ്കര സ്ട്രെസ്സിലൂടെ, പീപ്പിൾ പ്ലീസ് ചെയ്തുകൊണ്ട്, ഡിപ്രഷനിലൂടെ, അപ്പൊ നമ്മൾ ഈ ഒരു സ്ട്രെയിനിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം സ്റ്റെക്കായി നിൽക്കണം. എപ്പോഴും നമ്മുടെ മൈൻഡിനും ബോഡിക്കും ഭയങ്കര സ്ട്രെസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം വിചാരിക്കും ഇവർക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ നെർവസ് സിസ്റ്റം സിമ്പതറ്റിക്കിനെ എങ്ങനെ കൂടുതലായിട്ട് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ കൂടുതൽ സ്ട്രെസ്സിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്താ ചെയ്യാൻ കഴിയാം, നമ്മൾ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബോഡിനെ റിലാക്സ് ചെയ്യിപ്പിക്കാനും കാം ചെയ്യിപ്പിക്കാനും ആ ഒരു സ്റ്റേറ്റിലേക്ക്, റിക്കവറി സ്റ്റേജിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്യണം, നമ്മൾ എപ്പോഴും പറയുന്നതാണ് മെഡിറ്റേഷൻ ചെയ്യാന്നുള്ളത്. അപ്പൊ അതിന് നമ്മളൊരു സൊല്യൂഷൻ ആയിട്ട് കാണുന്നത് ലോങ് ബ്രീത്ത് എടുക്കുക എന്നുള്ളതാണ്. ഈ ലോങ് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് നമ്മുടെ വേഗസ് നെർവിനെ ആക്ടിവേറ്റ് ചെയ്യും. അത് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ഈ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഇതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് പറയുന്ന റീസണും അതിനുള്ള സൊല്യൂഷനും. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ലോസ് ഓഫ് ഇന്റർ കണക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആൾക്കാരായിക്കാരം, ഒരുപാട് മറ്റുള്ളവരുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരായിരിക്കണം. അപ്പൊ ഈ മറ്റുള്ളവർക്ക് വേണ്ടി ഓടി 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 സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം ആഗ്രഹങ്ങളും ഒന്നും നമ്മള് ഓർക്കുന്നുണ്ടാവില്ല. അപ്പൊ എനിക്ക് എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പോലും അറിയാത്ത കുറെ പേരൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ കുറെ സ്ത്രീകൾ ഉണ്ടാവും. സ്വന്തം ഇഷ്ടത്തിനേക്കാളും മക്കളെ ഇഷ്ടങ്ങളും ഹസ്ബൻഡിന്റെ ഇഷ്ടങ്ങളും കഴിക്കുന്ന ഭക്ഷണത്തില് അവനവന്റെ ഇഷ്ടത്തിനേക്കാൾ അവർക്ക് ഇഷ്ടമായത് കൊണ്ട് ഞാൻ അത് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പോലത്തെ ഡ്രസ്സ് ധരിക്കുന്നു, ഹസ്ബൻഡിന് ഞാൻ ഇങ്ങനെ നടക്കാനാണ് ഇഷ്ടം, മക്കൾക്ക് ഇങ്ങനത്തെ ഫുഡ് കൊടുക്കാനാണ്, അവർ കഴിക്കുന്നത് ഇത്തരം ഫുഡാണ്, അതുകൊണ്ട് ഞാനും ഇങ്ങനെ കഴിക്കുന്നു, ആ രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ സെൽഫായിട്ട് നമുക്ക് കിട്ടേണ്ട ഒരു കണക്ഷൻ ഉണ്ടാവും. നമ്മൾ നമ്മളെ തന്നെ മറന്ന് ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ ലോസ് ഓഫ് ഇന്റർ കണക്ഷൻ എന്ന് പറയുന്നത് പലർക്കും ഇന്ന് ഉണ്ടാകുന്ന ഒരു കാര്യമാണല്ലേ. നമ്മളറിയാതെ നമ്മൾ തന്നെ വിട്ട് നമ്മളെ അറിയാതെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ നമുക്ക് നമ്മുടെ സെൽഫ് കെയർ, സെൽഫ് ലവ്, നമ്മൾ നമ്മളിലേക്ക് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാം. നമ്മൾ കുറച്ചും കൂടി അറിഞ്ഞ് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ഹോബീസും അതിനുവേണ്ടി ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും ടൈം കണ്ടെത്തിയിട്ട് നമ്മൾ ഡെയിലി റുട്ടീനിൽ അത് ക്രമീകരിച്ച് കൊണ്ടുവരാം.
ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് നമ്മുടെ ഇഷ്ടത്തിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക, അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ഹോബി സ്റ്റാർട്ട് ചെയ്യുക, നമ്മുടെ ഇഷ്ടമുള്ള ഫുഡ് എപ്പോഴെങ്കിലും ഉണ്ടാക്കി കഴിക്കുക, നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കാം. ഡാൻസ് കളിക്കാൻ മുന്നേ കളിച്ചിരുന്ന ആൾക്കാരായിരിക്കും, ഇപ്പൊ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോയിട്ടുണ്ടാവും. അത് വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ കുഞ്ഞു 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 കാര്യങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കാര്യം നമുക്ക് ഒറ്റയടിക്ക് അല്ലെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ടൊന്നും ഒരു നേരം വെളുക്കുന്നതോട് കൂടി ഒന്നും മാറി മറയൂല. പക്ഷെ കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ്, മൈക്രോ വിൻസ് എന്ന് പറയും, ആ ചെറിയ ചെറിയ വിൻസിലൂടെ നമുക്ക് സന്തോഷം കണ്ടെത്താനും അത് നമ്മൾ എൻജോയ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറെയൊക്കെ ആ ബേൺ ഔട്ട് നമ്മൾ കുറച്ചും കൂടി കൂളായിട്ടും ഹാപ്പിനെസ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇതാണ് സെക്കൻഡ് പറയാൻ പോകുന്നത്. തേർഡ് പറയാൻ പോകുന്നത് നമ്മൾ അൺപ്രൊസസ്ഡ് ഇമോഷണൽ ട്രോമ ഓർ പെയിൻ ആണ്. ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഒരുപാട് ട്രോമയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവും. കംപ്ലീറ്റ് ആയിട്ട് മറ്റുള്ളവരിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും. ഹസ്ബൻഡ് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് മറ്റൊരു ലോകമില്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സിലൂടെ കടന്നു പോയിട്ട് ഇതാണ് നമ്മുടെ അതൊരു അസോസിയേറ്റീവ് സിംറ്റം ആയിട്ട് അല്ലെങ്കിൽ അസോസിയേറ്റീവ് എന്റെ ലൈഫ് ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയല്ല ജീവിച്ചിരുന്നത്, ഈ ഒരു രീതിയിലേക്ക് മാറി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു പോസ്റ്റ് ട്രോമാറ്റിക് ആയിട്ടായിരിക്കും ഈ ബേൺ ഔട്ട് വരുന്നത്. അപ്പൊ അവർക്ക് ഒരു പക്ഷേ ഞാൻ ഇതിലൂടെയാണ് കടന്നു പോകുന്നത് തിരിച്ചറിയാനുള്ള ഒരു സമയം പോലും അവർക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് എന്താ സംഭവിക്കുന്നത് എന്ന് പോലും അവർക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇതാണ് ഈ അൺപ്രൊസസ്ഡ് ഇമോഷണൽ പെയിൻ ഓർ ട്രോമ എന്ന് പറയുന്നത്. അത് നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ ഇങ്ങനെ സപ്രസ് ചെയ്തിട്ട് ആർക്കോ വേണ്ടി ആരോ ആയി ജീവിക്കാം. നമ്മൾ സപ്രസ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ഒരിക്കലും ഈ സപ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ആ പ്രോബ്ലംസിനെയോ ആ ഒരു ഇമോഷൻസിനെയോ നമ്മുടെ ബോഡിയിൽ നിന്നോ നമ്മുടെ മൈൻഡിൽ നിന്നോ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിസപ്പിയർ ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ ബോഡിയിൽ അതിങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഒരു പരിധി കഴിയുമ്പോൾ അത് മറ്റൊരു രീതിയിൽ നമുക്കത് നമ്മുടെ ബോഡിയിൽ റിഫ്ലക്ട് ചെയ്യും. ഒരു പക്ഷേ ഭയങ്കര ഡിപ്രസീവ് സ്റ്റേജിലൂടെ കടന്നു പോയിട്ട് വേറൊരു സൈക്കോട്ടിക് സ്റ്റേജിലേക്ക് ഒരു പക്ഷെ നമ്മളവിടെ എത്തിക്കാം. ഈ ബേൺ ഔട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ സയൻസും സിംറ്റംസും കുറച്ച് റീസൺ കഴിഞ്ഞിട്ട് ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. അപ്പൊ ഇത്തിരി ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മളല്ലാതെ ആയി അവസാനം നമ്മുടെ പേഴ്സണാലിറ്റിക്ക് പോലും ചേഞ്ചസ് വരാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഇത്രയും ചേഞ്ചസ് വരുമ്പോൾ നമ്മളെ ഡെയിലി റുട്ടീനിൽ കുറച്ചും കൂടി ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഡെയിലി നമുക്ക് വേണ്ടി കണ്ടെത്തുന്ന ടൈം കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യിപ്പിക്കാം. ഇപ്പൊ നമ്മള് എക്സസൈസ്, മെഡിറ്റേഷൻ, യോഗ പോലുള്ളത് പ്രാക്ടീസ് ചെയ്യാൻ അത് നമ്മുടെ കെയർ, നമ്മുടെ ബോഡിക്കും മൈൻഡിനും കുറച്ചും കൂടി കെയർ കൊടുക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ജേർണൽ പ്രാക്ടീസ് ചെയ്യുക, ഹോബീസിന് കുറച്ചും കൂടി ടൈം കണ്ടെത്താം, വായിക്കുക. പിന്നെ അതേപോലെ തന്നെ കുറച്ചും കൂടി ആൾക്കാരായിട്ടുള്ള ഇന്ററാക്ഷൻസ് കൂടുക. ഇത് ഒരാളിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാതെ നമ്മൾ ആൾക്കാരിലേക്ക് ഇറങ്ങാനും അറ്റൻഷൻ സീക്കാൻ മീൻസ് അങ്ങനെയല്ല, നമ്മള് കുറച്ചും കൂടി ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോ എന്താ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി എക്സ്പ്ലോറേഷൻ കിട്ടും. ഒരു ട്രാവൽ ചെയ്യുക, നമ്മൾ കുറച്ചും കൂടി മൈൻഡിന് കുറച്ചും കൂടി കാമൻ അല്ലെങ്കിൽ ഹാപ്പിനെസ് കുറച്ചും കൂടി കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇനി നാലാമത്തത് വരുന്നത് ഡോപ്പമൈൻ റെസിസ്റ്റൻസ് ഫ്രം ഓവർ സ്റ്റിമുലേറ്റർ. ഇത് നമുക്കൊക്കെ അറിയാം. നമ്മൾ കൂടുതലായിട്ട് കുറച്ചു നേരം ഒരു സമയം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ മൊബൈൽ ഫോൺ എടുത്ത് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെ. റീൽസ് കാണുക, ഷോർട്സ് കാണുക, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അപ്പൊ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഓവർ ആയിട്ട് ഡോപ്പമൈൻ സ്റ്റിമുലേറ്റ് ചെയ്യാണ്. നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഹാപ്പിനെസ്സിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്. നമുക്ക് ഹാപ്പിനെസ് എന്താണ്, നമുക്ക് നമ്മളതിനേക്കാളും അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളെക്കാട്ടിലും മറ്റുള്ളവർ തരുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ, അതായത് ഈ റീൽസിലൂടെയും ഫോണിലൂടെയും അല്ലെങ്കിൽ നമുക്ക് സ്മോക്കിങ് അല്ലെങ്കിൽ വേറെ എന്തിലെങ്കിലൊക്കെ ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്താ വിചാരിക്കുക, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഹാപ്പിനെസ്സിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ എത്ര നമ്മൾ കൂടുതൽ ഹാപ്പിനെസ് കൊടുത്താലും നമ്മുടെ ബ്രെയിൻ പറയും മതിയായിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഡോപ്പമൈൻ റെസിസ്റ്റന്റിലേക്ക് നമ്മുടെ ബോഡീനെ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ കൊണ്ടെത്തിക്കുക എന്നാ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ചൊന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ടൈം നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് നമ്മളെ ടൈം ഷെഡ്യൂൾ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഡെയിലി നമുക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാനോ പുതിയ കാര്യങ്ങളിലേക്ക് മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട്, അതായത് നമ്മുടെ ഡോപ്പമൈനെ മാറ്റിയിട്ട് സെറട്ടോണിലേക്ക് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഇതാണ് നെക്സ്റ്റ് വരുന്നത്. നെക്സ്റ്റ് ഫിഫ്ത്ത് വരുന്നത് അണ്ടർലൈൻ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ആണ്. പലപ്പോഴും നമ്മൾ ഈ ബേൺ ഔട്ട് ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ഡിപ്രഷൻ, ആൻസൈറ്റി,
പോസ്റ്റ് ട്രോമാറ്റിക് സ്റ്റേജിലേക്കൊക്കെ മാറിപ്പോകാറുണ്ട്. ഒരു പക്ഷെ നമ്മൾ ഈ ഒരു സ്റ്റേജ് ഒരു ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇത് മാത്രമാണ്, എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മൾ നമ്മുടെ സിംറ്റംസിനൊക്കെ മറന്നു പോയിട്ട് ഈ ഒരു ഡിപ്രഷന്റെ സിംറ്റംസ് ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിലും അതുപോലെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ എത്തും. അപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അവെയർ ചെയ്യുക, എനിക്ക് അറ്റൻഷൻ ആവശ്യമാണ് എന്ന് മറ്റുള്ളവരെ അറ്റൻഷൻ സീക്ക് ചെയ്യാന്ന് പറയില്ലേ, ഞാൻ ഇത്തരം കണ്ടീഷൻസിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക, അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതിനുവേണ്ടി ഡോക്ടേഴ്സിനെ, കൗൺസിലേഴ്സിനെ, സൈക്കോളജിസ്റ്റിനെ ഒക്കെ അവരുടെ കൺസൾട്ടേഷനും അവരിൽ നിന്ന് കിട്ടാവുന്ന അത്രയും ഹെൽപ്പ് നമുക്ക് ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് വരിക. ഇത്രയും കാര്യങ്ങളാണ് 5 റീസൺസ് ആൻഡ് അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കെങ്കിലോ? ഇല്ല മാം. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ലക്ഷണങ്ങൾ പറയാം. അപ്പൊ ഇത്രയും റീസൺസ് അല്ലെങ്കിൽ നമ്മൾ ഈ ബേൺ ഔട്ട് വരുമ്പോൾ നമ്മുടെ ബോഡി എങ്ങനെയാണ് ഇതിനെ കാണിക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ഇത് ഒരു ബേൺ ഔട്ട് ആണ് എന്ന് തിരിച്ചറിയാൻ മറന്നു പോകുന്നുണ്ടാവും. കാരണം നമ്മൾ അത്രയും ഓടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അവസാനമായിരിക്കും അത്രയും ടയേർഡായിട്ട് ഒരു ഫിസിക്കൽ കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ടയേർഡ്നെസ് ആണ്, എനിക്ക് ഒന്ന് കിടന്നാ മതി, എനിക്ക് ഒന്നിനോടും താല്പര്യമില്ല, ആ ഒരു രീതിയിലേക്ക് ബോഡി എത്തുമ്പോഴാണ് നമ്മൾ ഇത് എന്തോ ഒരു പ്രശ്നം, അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്നൊരു റിയലൈസേഷൻ വരുന്നുണ്ടാവും. നമ്മളൊരു ബോഡി ഇത് ഒരിക്കലും ഒരു പെട്ടെന്ന് വരുന്നതല്ലല്ലോ, ഇത്രയും കാലം ഓടിയതിന്റെ ഫലമായിട്ടായിരിക്കും ലാസ്റ്റ് ഇത് തിരിച്ചറിയുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫിസിക്കലായിട്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മുടെ ബോഡിയിൽ കാണിക്കാന്നൊക്കെ. ഒരു പക്ഷെ നമുക്ക് ഭയങ്കര ബോഡിയിൽ ബ്ലഡ് കുറയുന്ന സിറ്റുവേഷനിലേക്ക് അങ്ങനെ ഒരു ഇത് വരാം. അതായത് HBന്റെ കുറവ് നന്നായിട്ട് വരാറുണ്ട്. പൊതുവെ നമ്മളെക്കാളും നമ്മൾ നന്നായിട്ട് ടയേർഡ് ആവുക, ഹെഡ് ഏക്ക് വരിക, നമ്മൾ ഫുൾ ബോഡി പെയിൻ വരിക, സ്ലീപ്പ് ഡിസ്റ്റർബൻസ് വരിക. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഫസ്റ്റ് എനിക്ക് ഇത്ര വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കും, അത് കുറച്ച് റെസ്റ്റ് എടുത്താൽ മാറും നമ്മൾ വിചാരിക്കും. പിന്നീടായിരിക്കും നമുക്ക് ബോഡി കണ്ടീഷൻസിലേക്ക് അത് വരുന്നത്, നമുക്ക് ഡിസീസർ കണ്ടീഷൻസിലേക്ക് ഇത്തരം ബേൺ ഔട്ട് എത്തിപ്പെടുക. നെക്സ്റ്റ് വരുന്നത് മൈൻഡ്, അത് മെന്റൽ സിംറ്റംസ് ആണ്. നമ്മൾ കാരണമില്ലാതെ കരയുക, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, ദേഷ്യം വരിക, എല്ലാവരോടും ഉറക്കെ സംസാരിക്കുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മിണ്ടാതാവുക, ഒന്നിനോടും താല്പര്യം ഇല്ലാതാവുക, ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ലാതാവുക. ഇതൊക്കെയാണ് മെന്റൽ സിംറ്റംസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇമോഷണൽ സിംറ്റംസ് ആണ്. ഇമോഷണലി വരുന്ന സമയത്ത് നമുക്ക് കുട്ടികളോടും കുടുംബത്തോടും ഒരു അകലം, കാരണം ഒരു പക്ഷേ മനസ്സിൽ ഇങ്ങനെ ഒരു വരും, ഇവര് കാരണമാണല്ലോ എനിക്ക് ഇത്തരം സിറ്റുവേഷൻസ് വന്നത്, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ജീവിച്ചിട്ടാണല്ലോ എന്നുള്ളത് ആ ഒരു മൈൻഡിലേക്ക് വരുന്നത്, അവരോടുള്ള ഒരു ഇൻട്രസ്റ്റ് തന്നെ പോവുക. അങ്ങനെ സിറ്റുവേഷൻസ് പലപ്പോഴും നമുക്ക് കാണാറുണ്ട്. പിന്നെ അവർക്ക് ഒന്നിലും സന്തോഷം കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ്. എന്ത് കാര്യം ചെയ്യുന്നതും അവർക്ക് മടുത്തിട്ടുണ്ടാവും, ചെയ്ത് മടുത്തവരുണ്ടാകും, അല്ലെങ്കിൽ പുതിയത് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും, ഒന്നിനോടും ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒന്നിലും ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും, ആരോടും സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇമോഷണൽ സിംറ്റംസിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് റിക്കവറിയാണ്. അപ്പൊ നമ്മൾ റിക്കവറി എന്ന് പറയുമ്പോൾ ഇത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാൻ മറന്നു പോകുന്ന ഒന്നാവും അല്ലെ. ഞാൻ ഇത്രയും കണ്ടീഷനിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് പറയുമ്പോഴായിരിക്കും കൂടെ ഉള്ളവർ പോലും അല്ലെങ്കിൽ അത്രയും എക്സ്ട്രീം സ്റ്റേജ് എത്തുമ്പോൾ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ബേൺ ആയിട്ട് അവര് തല ഇറങ്ങി വീഴ, അല്ലെങ്കിൽ എണീക്കാൻ പറ്റാതെ എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞ് വീണ് പോകുന്ന സമയത്തായിരിക്കും കൂടെ ഉള്ളവർ പോലും ഇവർ ഇത്രയും വലിയൊരു കണ്ടീഷൻസിലൂടെ കടന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇമോഷണൽ അറ്റൻഷൻ ഇവർക്ക് ആവശ്യമായിരുന്നു എന്ന് കൂടെ ഉള്ളവർ പോലും മനസ്സിലാക്കാം. കാരണം അവരൊരിക്കലും ഈ ഒരു കണ്ടീഷനിലൂടെ കടന്നു പോകുന്നവരൊരിക്കലും ഞാൻ അത്രയും എക്സോസ്റ്റഡ് ആണ്, എനിക്കൊരു റെസ്റ്റ് വേണം, അല്ലെങ്കിൽ എനിക്ക് ഒന്ന് എക്സ്പ്ലോറേഷൻ വേണം, എനിക്ക് ഇന്റേതായിട്ടുള്ള ഒരു ടൈം കണ്ടെത്താൻ എനിക്കിവിടെ പറ്റുന്നില്ല എന്ന് പോലും തുറന്നു പറയാൻ അവർക്ക് പേടിയായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ഭയം ഉണ്ടാവും. ഞാനൊരു ബാഡ് മദർ ആണോ, അല്ലെങ്കിൽ കുറച്ചു നേരം ഈ ജോലിക്കിടയിൽ റെസ്റ്റ് ചെയ്യുന്നത് ഇവര് ഒരു തെറ്റായിട്ട് കാണുമോ, ഞാൻ ഉറങ്ങാണ് എന്നുള്ള രീതിയിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കോ, അല്ലെങ്കിൽ ഭയങ്കര ലേസി ആയിട്ടുള്ള ഒരു മദർ ആണോ എന്നുള്ള രീതിയിലേക്കൊക്കെ ഇവര് മെന്റലി മാറിയിട്ടുണ്ടാവും. അപ്പൊ ഇവർക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാൻ പോലും ഫിയർ ആയിരിക്കും, അവർക്ക് ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ പോലും അവർ മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ ആദ്യം ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ അതിനെ അവെയർ ചെയ്യാന്നുള്ളതാണ്. എനിക്ക് ഇത്രയും കണ്ടീഷനിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ
ഇറ്റ്സ് ഓക്കെ, എനിക്ക് റെസ്റ്റ് എടുക്കേണ്ട ടൈം ഇനിയെങ്കിലും ഞാൻ റെസ്റ്റ് എടുക്കണം എന്ന് അവർ സ്വയം ഒന്ന് മനസ്സിലാക്കി തുടങ്ങാന്നുള്ളതാണ്. അപ്പൊ അവർക്ക് ആ ഒരു സിംറ്റംസ് കാണുമ്പോൾ പരസ്പരം ഒന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ് കൂടെ ഉള്ളവരും സപ്പോർട്ട് ചെയ്ത് ഒരുക്കി കൊടുക്കുക. അത് അവര് തന്നെ ഒരു സ്പേസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് പുറത്തു പോവാം, ഫാമിലിന്റെ കൂടെ കുറച്ചും കൂടി സ്പേസ് സമയം ഒക്കെ സ്പെൻഡ് ചെയ്യാം, കുറച്ചും കൂടി റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അവർ അതിനെക്കുറിച്ച് അവെയർ ആവും. തുറന്ന് പറയാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തെടുക്കാന്ന് നമുക്ക് ഒരു കാര്യം പറയാം. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എക്സോസ്റ്റഡ് ആണെന്നെങ്കിൽ എനിക്കിപ്പോ ആ കാര്യം ചെയ്യാൻ പറ്റില്ല എന്നത് തുറന്ന് പറയും. നോ എന്ന് പറയാൻ മടിക്കാതിരിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് നമുക്ക് പറയാനുള്ളത്. കാരണം നോ പറഞ്ഞ് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് വിചാരിക്കും, അതായിരിക്കും ഇവരുടെ ഫസ്റ്റ് കൺസേൺ. ഞാനൊരു തന്റേടി അല്ലെങ്കിൽ അഹങ്കാരിയാണോ, അല്ലെങ്കിൽ ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഇൻലോസ് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എന്റെ ഫാമിലി മെമ്പേഴ്സ് എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, ഹസ്ബൻഡ് എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, മക്കൾ ഒന്നിനും പറ്റാത്ത അമ്മയാണോ എന്ന് വിചാരിക്കും. അങ്ങനെയുള്ള ചിന്തകളിലൂടെ ഒക്കെ പോയിട്ട് ഇവര് നോ പറയാൻ പോലും മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ ഫസ്റ്റ് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ, എനിക്ക് റെസ്റ്റ് ആവശ്യമുണ്ട്, ഞാൻ എക്സോസ്റ്റഡ് ആണ്, എനിക്ക് ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമുണ്ട്, എനിക്ക് കുറച്ചും കൂടി സ്പേസ് ആവശ്യമുണ്ട്, എനിക്ക് കുറച്ചും കൂടി എക്സ്പ്ലോറേഷൻ ആവശ്യമുണ്ട്, എനിക്ക് കുറച്ചും കൂടി ടൈം ആവശ്യമുണ്ട് എന്നുള്ളത് അത് തുറന്ന് പറയാനും, എനിക്ക് ഇപ്പൊ ചെയ്യാൻ കഴിയൂല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്തു തരാം, അല്ലെങ്കിൽ എനിക്കിപ്പോ ഇത് അതിലേക്ക് ഈ ഒരു സമയം എനിക്ക് ഈ ഒരു കാര്യം ചെയ്യാനുണ്ട്, എനിക്ക് എന്ത് കാര്യങ്ങൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊരു നോ പറയാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഒരു മടിയും കൂടാതെ അത് പറയാ എന്നുള്ളതാണ്. അത് നല്ല രീതിയിൽ തന്നെ പറയാം. പലപ്പോഴും ഇങ്ങനത്തെ ആൾക്കാരെ ആ ഒരു നോ പറയുമ്പോൾ ഫസ്റ്റ് ഒക്കെ പൊട്ടിത്തെറിച്ചിട്ടായിരിക്കും. കാരണം ഇവർക്ക് മറന്നു പോയിട്ടുണ്ടാവും ഇവരുടെ എക്സ്പ്രഷൻസിനെ അല്ലെങ്കിൽ ഇമോഷൻസിനൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ മറന്നു പോയിട്ടുണ്ടാവും. ഒരു നമ്മള് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് തമ്മിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവര് പെട്ടെന്ന് പൊട്ടിത്തെറിക്കാണ് ചെയ്യുന്നുണ്ടാവാം. എന്നെക്കൊണ്ട് എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം ഇവിടെ നിന്നില്ലേ, എനിക്ക് ഇത്രയും കാലം എന്നെക്കൊണ്ട് ഞാൻ ചെയ്തു തന്നില്ലേ, ഒരു ഇത്ര സമയമല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ, ആ ഒരു രീതിയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഒരു പക്ഷേ സംസാരിക്കരുത്. പെട്ടെന്ന് കരയായിരിക്കും ഇവര് ചെയ്യുക. കാരണം ഇവർക്ക് സമാധാനത്തിൽ പറയാനുള്ള ഒരു സ്പേസ് പോലും അവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടാവില്ല. അവർ അതുപോലെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് നോ എന്ന് പറയാനുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ്. ഇത് മൈക്രോ സെൽഫ് കെയർ ആണ് മൂന്നാമത് പറയുന്നത്. മൈക്രോ സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചെറിയ ചെറിയ കാര്യങ്ങൾ ഒറ്റയടിക്ക് ഒന്നും, അല്ലെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് ഇത്രയും കാലത്തെ ബേൺഔട്ട് നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് കൂൾ ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുക, ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ നമ്മൾ ആ ഒരു കുഞ്ഞു മാറ്റങ്ങളെ നമ്മൾ അത്രയും ഹാപ്പിനെസ്. ഇന്ന് എന്തെങ്കിലും ടാസ്ക് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ ഹോബി, അല്ലെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി ചെറിയൊരു ഒരു 10 മിനിറ്റ് ടൈമെങ്കിലും കണ്ടുപിടിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിനെ നമ്മൾ സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുക. ആ ടൈമിൽ ഞാൻ ചെയ്തതിന് സ്വയം ഹാപ്പിനെസ് കണ്ടെത്തുക. അതിൽ ആ സന്തോഷം നമ്മൾക്ക് സ്വയം എന്തെങ്കിലും ഒരു സെൽഫായിട്ട് നമ്മൾ ഗിഫ്റ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെയുള്ള ഒരു ഇഷ്ടം കൂടും. നമ്മുടെ സെൽഫ് കെയർ, സെൽഫ് ലവ് അതൊക്കെ കുറച്ച് ചെറുതായിട്ട് ചെറുതായിട്ട് ഡെയിലി റുട്ടീനിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ പതിയെ പതിയെ കുറച്ചും കൂടി ടൈം നമുക്ക് തന്നെ കണ്ടുപിടിക്കാനും നമ്മുടെ ടാസ്കുകളൊക്കെ പെട്ടെന്ന് തീർത്ത് നമ്മുടെ ഹോബീസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. നെക്സ്റ്റ് ബോഡി കെയർ ആണ്. നമ്മൾ നല്ല ഉറക്കം, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മറ്റുള്ളവർ കഴിച്ചതിന് ശേഷം ബാക്കി വരുന്നത് കഴിക്കുക എന്ന രീതിയിൽ പോകുന്ന ഒരുപാട് അമ്മമാരുണ്ടാവും. ഇപ്പൊ പുതിയ തലമുറ ഒക്കെ അവനാൻ കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ളവരുടെ രീതിയിൽ കുറെ മാറിയിട്ടുണ്ടെങ്കിലും നമ്മുടെ അമ്മമാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭർത്താവും മക്കളും ബാക്കി എല്ലാവരും കഴിച്ചതിന് ശേഷം ഞാൻ കഴിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കാം, ആ ഒരു രീതിയിൽ ന്യൂട്രീഷൻ ഫുഡിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ എന്താണോ ലാസ്റ്റ് ഉള്ളത് അത് കഴിക്കുക എന്നുള്ള രീതിയിലേക്ക് മാത്രം മാറിപ്പോകുന്ന ഒരുപാട് അമ്മമാരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ കറക്റ്റ് ആയിട്ടുള്ള നറിഷ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അവർ സ്പീക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇത്രയും ആവശ്യമുണ്ടെന്ന് പറയുമ്പോഴാവുമല്ലോ നമ്മൾ ഇതൊക്കെ അറിയുന്നുണ്ടാവാം. അപ്പൊ ആദ്യം മുതലേ നമ്മളെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാം. നമുക്ക് ഉറക്കം, നമ്മുടെ നല്ല രീതിയിലുള്ള ഭക്ഷണം, ഡെയിലി ഇത്ര ലിറ്റർ വെള്ളം കുടിക്കാം. അപ്പൊ ഇതിലേക്ക് ഫിസിക്കൽ ഹെൽത്തിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡിസീസും കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളിലേക്ക് ഒന്നും പോവാതെ നമുക്ക് അപ്പൊ നമ്മൾ കുറച്ചും കൂടി ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക.
അപ്പൊ ഈ റെസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ റെസ്റ്റ് ഒരു ലേസിനെസ് അല്ല. അത് റെസ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ ഞാനൊരു ലേസി, എനിക്ക് മടി പിടിച്ച് കിടക്കുകയാണ് എന്നതിനേക്കാളേറെ എനിക്ക് ഫിസിക്കലി മെന്റലി ഞാൻ എക്സോസ്റ്റഡ് ആണ്, അതുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുക്കുകയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ മൈൻഡിനെ നിയന്ത്രിക്കണം. കാരണം നമ്മൾ വിചാരിക്കണം ഞാൻ കുറച്ചുകൂടെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് മറ്റുള്ളവര് ഞാനൊരു മടി പിടിച്ച അമ്മയാണ്, പണിയെടുക്കാൻ മടിയുള്ളത് കൊണ്ടാണ് ഞാൻ റെസ്റ്റ് എടുക്കുന്നത് എന്ന് ചിന്തിക്കാതെ എനിക്കിപ്പോ ഞാൻ എക്സോസ്റ്റഡ് ആണ്, എനിക്കിപ്പോ റെസ്റ്റ് എടുക്കണം, ഞാൻ കുറച്ചു സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും എന്റെ ജോലികൾ കംപ്ലീറ്റ് ചെയ്യും, എന്റെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യും, എനിക്ക് അന്നത്തെ ചെയ്ത് തീർക്കാനുള്ള എല്ലാതും ഞാനിത് കംപ്ലീറ്റ് ചെയ്യും. ആ രീതിയിലേക്ക് മൈൻഡ് സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഇമോഷണൽ സപ്പോർട്ട് സീക്ക് ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഓരോ കണ്ടീഷനിലേക്ക് എത്തുമ്പോൾ ലാസ്റ്റ് ആയിരിക്കും ഇമോഷണൽ സപ്പോർട്ടിലേക്ക് എത്തുന്നുണ്ടാവുക. എനിക്ക് ഇത്രയും ഞാൻ ഇത്രയും എക്സോസ്റ്റഡ് ആണ്, ഞാൻ ഇത്രയും എന്നെ കൊണ്ട് പറ്റുന്നില്ല രീതിയിലേക്ക് എത്തുമ്പോഴായിരിക്കും, എനിക്ക് ഡിപ്രസീവ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴായിരിക്കും പലപ്പോഴും പലരും തിരിച്ചറിയുന്നതും നമ്മൾ മറ്റൊരാളോട് ഇത് പറയുന്നതും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലെങ്കിലും അതിലേക്ക് എത്തുന്നതിന് മുന്നേ ചെറിയ രീതിയിലെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് സീക്ക് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ്. പിന്നെ ലാസ്റ്റ് വരുന്നത് ശരീരത്തിന്റെ ഭാഷയൊക്കെ. നമുക്കറിയാം, നമ്മൾ ക്ഷീണം വരുന്ന സമയത്ത് നമ്മുടെ ശരീരം തന്നെ നമ്മളോട് അലാം കാണിക്കാണ്, നീ ഫിസിക്കലി ടയേർഡ് ആകുന്നുണ്ട്, റെസ്റ്റ് എടുക്കൂ എന്നുള്ളത്. ലാസ്റ്റ് ആണ് നമുക്ക് ബോഡി പെയിനിലേക്കൊക്കെ നമ്മുടെ കണ്ടീഷൻസ് എത്തുന്നത്. നമുക്ക് പെയിൻഫുൾ ആണ്, ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഭയങ്കര ഫൈബ്രോമയാൾജിയ സ്റ്റേജിലേക്കൊക്കെ നമ്മുടെ ബോഡി നമ്മളെ എത്തിക്കും. അപ്പോഴായിരിക്കും ഞാൻ ഇത്രയും എക്സോസ്റ്റഡ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് ഒരു റെസ്റ്റ് ഇല്ലാതെ ഒരു മെഷീൻ പോലെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മദറാണ്, അല്ലെങ്കിൽ ഞാൻ മക്കൾക്ക് വേണ്ടി ഹസ്ബൻഡിന് വേണ്ടി മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണ്, എനിക്കൊരു റെസ്റ്റ് വേണം തിരിച്ചറിയുന്ന ലാസ്റ്റ് മൊമെന്റിലായിരിക്കും അത്രയും ഡിസീസ് കണ്ടീഷനിലേക്ക് എത്തുമ്പോഴാണ് ഇവരിത് തിരിച്ചറിയാന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റിക്കവറി സ്റ്റേജിൽ പറയാനുള്ളത്. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മനസ്സിലായി മാം. ഓക്കെ. അപ്പൊ ലാസ്റ്റ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നമ്മൾ ഇതിൽ കുറെ ആൾക്കാർ അമ്മമാരുണ്ടാകും, വൈഫ് മാരുണ്ടാവും, മീൻസ് പുതിയ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരുണ്ടാവും, അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. പലർക്കും പേടിയായിരിക്കും, ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുമോ. അപ്പോ നമുക്കിപ്പോ അറിയാം, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുക. അപ്പൊ മക്കളൊക്കെ ഉണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു പ്രായം കഴിയുമ്പോൾ അവർക്ക് അവരുടെ സ്പേസ് കൊടുത്തിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഒരു സൂപ്പർഫിഷ്യലി നമ്മളിങ്ങനെ നിയന്ത്രിച്ചിട്ട് ഹസ്ബൻഡിനോടാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങളും എല്ലാം ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും വീട്ടിലെ ജോലികളാണെന്നുണ്ടെങ്കിലും എല്ലാം ഈക്വൽ ആയിട്ട് നമുക്കത് ഷെയർ ചെയ്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ സംസാരിച്ചിട്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാം. നല്ല രീതിയിൽ റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അവനവന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും ടൈമും കണ്ടെത്തിയിട്ട് നമ്മുടെ ഇഷ്ടങ്ങളിലൂടെ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ ലൈഫ് പാർട്ണറുടെ അടുത്താണെങ്കിലും മക്കളുടെ അടുത്താണെങ്കിലും തുറന്ന് പറയാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത്തരം ബേൺ ഔട്ട്, ഇത്തരം കണ്ടീഷൻസ്, ഇതൊക്കെ ഈ ഡിപ്രസീവ് സ്റ്റേറ്റിന്റെ ഒക്കെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആയിരിക്കും ഈ ബേൺ ഔട്ട് എന്നൊക്കെ വരുന്നത്. അതിൽ ഓരോരോ ട്രോമ അതിലൊക്കെ കടന്നു പോകുന്ന ലാസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ആൻസൈറ്റി, ഡിപ്രഷൻ, പോസ്റ്റ് ട്രോമാറ്റിക് കണ്ടീഷൻ ഇതിലേക്കൊക്കെ എത്തുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഈ ബേൺ ഔട്ട് കണ്ടീഷനൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് കുറച്ചും കൂടി ഇന്ററാക്ഷനും നമ്മൾ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്തിട്ടും പരസ്പരം സ്നേഹം സഹകരണത്തിലൂടെയൊക്കെ നമ്മൾ ഫാമിലി ആയിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം കണ്ടീഷൻസ് നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ പറ്റും. പിന്നെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ എല്ലാം ഞാൻ അമ്മയായതുകൊണ്ടും ഒരു സ്ത്രീ ആയതുകൊണ്ടും എല്ലാം എന്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് അല്ല, ഇത് എല്ലാവർക്കും ഈക്വൽ ആണ് എന്നുള്ളത് സ്വയം തിരിച്ചറിയാന്നുള്ളതാണല്ലോ ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോ അത്തരം കാര്യങ്ങളിലൂടെ ഈ റെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലേസിനെസ് അല്ല എന്ന് സ്വയം തിരിച്ചറിയാം. ഒരു അമ്മമാരാണെന്നുണ്ടെങ്കിൽ ഞാനൊരു നല്ല അമ്മ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഏറ്റവും ഒരു പെർഫെക്റ്റ് മദർ എന്നുള്ള ഒരു കൺസെപ്റ്റേ ഇല്ല. ഒരു ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു മദർ ആണെന്നുണ്ടെങ്കിൽ ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള മക്കൾ ഉണ്ടാവും, ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ഫാമിലി ഉണ്ടാവും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു തിരിച്ചറിവിലൂടെയും പരസ്പര സഹകരണത്തിലൂടെയും നമ്മുടെ ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്നും ഹാപ്പി ആയിട്ടും റിലാക്സ്ഡ് ആയിട്ടും ജീവിക്കാം. സമാധാനമാണല്ലോ ഏറ്റവും വലുത്. അപ്പൊ നമുക്ക് അറ്റൻഷൻ എല്ലാം നമ്മൾ പരസ്പരം സീക്ക് ചെയ്തിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ ഇനി നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയായിരുന്നു.
ആർക്കെങ്കിലും ക്ലാസ്സിനോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിലൊക്കെ ചെയ്യാം. ആർക്കും ഒന്നും ആഡ് ഓൺ ചെയ്യാനില്ല. ഓക്കെ. ഞാൻ പറഞ്ഞോട്ടെ മാം. തിങ് യാ ഈസ് ഷുവർ. ഞാൻ തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല, റഷ് ചെയ്ത് വന്നു ഇതിന് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ കേട്ടത് വെച്ചിട്ട് ഞാൻ പറയാം. ബട്ട് എൻ്റെ ആയിട്ടൊരു ഫീലിംഗ് ഈസ് സംവെയർ നമ്മൾ ഇത് ഒരു കോമൺ അഡോപ്റ്റഡ് ദിസ്, ഇതൊരു നാച്ചുറൽ പ്രോസസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്ന മെജോറിറ്റി വിമൻ ദിസ് ഇസ് വാട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ കുറിച്ചിട്ട് അത്രമാത്രം ഇപ്പൊ മാം പറയുമ്പോഴാണ് ഇത്രയും കോൺസെപ്റ്റ് ഇതിലുണ്ട്, നമ്മള് ഇങ്ങനെ ചിന്തിക്കണം എന്നുള്ള രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതർവൈസ് വി ജസ്റ്റ് ലീഡ് അവർ ലൈഫ്, വി ഡോണ്ട് sometimes I have feeling that if you are expecting from them, our work will not get move on എന്നുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ അടുത്ത് പറയണ പകരം എന്റെ പണി ഞാൻ ചെയ്തിട്ട് ആൻഡ് ടു ബൈ പീസ് വി കീപ് മൂവിങ് ഓൺ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് റിയലി മാം പറയണത് എവ്രി വുമൻ ഷുഡ് തിങ്ക് ഓഫ് ഓൾ ദീസ് തിങ്സ് ആൻഡ് ട്രൈ ടു ടേക്ക് റെസ്റ്റ്, ടേക്ക് കെയർ ഓഫ് ഹെർസെൽഫ്, സ്പെൻഡ് ടൈം ഫോർ ഹെർസെൽഫ്, വാട്ട് എവർ ഈസ് അവർ ഇൻട്രസ്റ്റ് അതിലേക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്നുള്ളത്. ബട്ട് ഓഫ് ലേറ്റ് ആയിട്ട് കുറെ വിമൻ ആർ അവെയർ, കുറെ ലേഡീസ്. ആൻഡ് അതേ രീതിയിൽ ഞാൻ കണ്ടിരിക്കുന്നത് സം മെൻ, അറ്റ്ലീസ്റ്റ് some men are helping women in doing things. ഞാനൊക്കെ എൻ്റെ മോൻ്റെ അടുത്ത് പറയാറുണ്ട്, ദാറ്റ് ഈസ് വീട്ടിലായാലും മോൻ എന്തെങ്കിലും ഞാൻ ബിസി ആണെന്ന് പറഞ്ഞാൽ അവര് ഹെൽപ്പ് ചെയ്യാറുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ബിലോങ്സ് ടു ദി ഓൾഡർ ജനറേഷൻ, ബട്ട് സ്റ്റിൽ ഹീസ് ഹെൽപ്പിംഗ് ടൈപ്പ് ആണ്. അതുകൊണ്ട് എനിക്ക് അത്രയും ഐ തിങ്ക് മാം പറയുന്ന മാതിരി ഒരു സ്റ്റേജിലേക്ക് ഞാൻ എത്താതിരിക്കാൻ കാരണം അതായിരിക്കാം. This is my feeling about this burnout and other things. Anyway, your session was very interesting, ma'am. Very thought-provoking. I know women should be aware of her health and her rest and other things. Thank you, ma'am. Seena ma'am, the introduction miss ആയി. ഞാൻ എന്തായാലും റെക്കോർഡിംഗ് കേൾക്കാം. Thank you, ma'am. Thank you, Ms. Sara. മാം പറഞ്ഞപ്പോഴാണ് ഇപ്പോ മാമിന്റെ ഒരു ജനറേഷനിൽ കണ്ടു വളർന്നു വന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇതിനൊക്കെ മാറി ചിന്തിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്തരം ഒരു കൺസെപ്റ്റിലേക്ക് തന്നെ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളെ ഗ്രാൻഡ് പാരന്റ്സ് ജീവിച്ചിരുന്ന രീതിയിൽ നിന്നും നമ്മൾ കുറെ മാറിയിട്ടാണ് ഞങ്ങളെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ജീവിക്കുന്നത്. പക്ഷെ നമ്മുടെ മദേഴ്സ് ഒക്കെ ഇപ്പോഴും ആ ബേൺഔട്ടിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ പ്രവാസിയായിട്ടുള്ള ഫാദർ ആയിരിക്കും. നമ്മുടെ മലബാർ ഏരിയയിലേക്ക് വരുമ്പോൾ പ്രവാസിയായിട്ടുള്ള ഫാദേഴ്സ് ആയിരിക്കും. അപ്പൊ എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഈ മദേഴ്സിന്റെ മാത്രമാണ്. അപ്പൊ അവരാണ് ഫുൾ ഫാമിലി, മക്കള്, ഈ ഫിനാൻഷ്യലി എല്ലാം അതിനെ കൺട്രോൾ ചെയ്തിട്ട് അവർ സ്വയം എക്സ്പ്ലോർ ചെയ്യാനും എൻജോയ് ചെയ്യാനും ഹാപ്പിനെസ്സും ഒന്നും ഈ വിട്ടെറിഞ്ഞിട്ട് ഇത് മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മദറിന്റെ ഒക്കെ ഒരു മകളായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇന്ന് ഞാൻ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എന്റെ കൂടെ എന്റെ മദറിനെയും കൊണ്ടുപോയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു തലമുറയായിരിക്കണം ഇനി വേണ്ടേണ്ടത്. കാരണം നമ്മളെ മദേഴ്സിന് കിട്ടാത്തത്, നമ്മുടെ പാരന്റ്സിന് കിട്ടാത്തത് നമ്മളിലൂടെ അവർക്ക് എക്സ്പ്ലോർ ചെയ്യും. കാരണം അവരുടെ അത്രയും മാക്സിമം ടൈം അവർ കൊടുത്തിട്ടുള്ള മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ തിരിച്ച് നമ്മുടെ ടൈമും നമ്മുടെ ടൈം തിരിച്ച് അവർക്ക് കൊടുക്കാം. അപ്പൊ അവർക്കും കുറച്ചും കൂടി റിലാക്സ്ഡ് ആവും. ഇനി ഒരു ടൈമിലെങ്കിലും റിലാക്സ്. അപ്പൊ ഇനി നമ്മളത് ചെയ്യുമ്പോൾ, പുതിയ തലമുറ അത് ചെയ്യുമ്പോൾ നമ്മുടെ മക്കള് ന്യൂ ജനറേഷന് അത് കണ്ടിട്ടായിരിക്കും വളരാ. അപ്പൊ അവർക്ക് നമുക്കത് ചേഞ്ചസ് ആണ്. അവര് കണ്ടതിൽ നിന്നും നമ്മളത് ചേഞ്ച് ചെയ്യിക്കുമ്പോൾ ന്യൂ ജനറേഷൻ നമ്മുടെ മക്കൾ എന്ത് ചെയ്യും, അവർക്കതൊരു പുതിയ തിങ്ങേ ആയിരിക്കൂല, അവർക്കതൊരു നോർമൽ ആയിരിക്കും, ഡെയിലി റുട്ടീൻ ആയിരിക്കും. അപ്പൊ ആ ഒരു ചേഞ്ചിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇനിയുള്ള തലമുറയിലേക്ക് ഇപ്പോ നമ്മൾ ആ ഒരു രീതിയിലേക്ക് കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇനിയുള്ള മക്കൾ ഇത് കണ്ടു വളരുമ്പോൾ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും, പാരന്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. എല്ലാവരും ഇമോഷണലി കുറച്ചും കൂടി കണക്റ്റഡ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അവരെ പരസ്പരം സപ്പോർട്ടിങ് കാര്യങ്ങളും ഷെയറിങ്ങും കൊണ്ടുവരിക എന്നുള്ളതാണ് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പല തലമുറയിലുള്ള ആൾക്കാരും ഉണ്ട്. ഇപ്പൊ വേണു സാറ്, ചന്ദ്ര മാം,
കുറച്ചും കൂടി സീനിയർ ആയിട്ടുള്ള നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി പറഞ്ഞു വരുമ്പോൾ ഞാനൊക്കെ ഒരു മിഡിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഇനി എനിക്ക് എന്റെ മക്കൾക്ക് കൊടുക്കാനുള്ളത് എന്താണെന്നുള്ളത് നിങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങൾ തിരുത്തിയിട്ട് വേണം എനിക്ക് എന്റെ മക്കൾക്ക് കൊടുക്കാനുള്ളത്. അപ്പൊ ആ ഒരു ജനറേഷന്റെ ഗ്യാപ്സ് വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളില്ലാതെ സഹകരിച്ചിട്ട് കൊണ്ടുപോകാന്നുള്ളതാണല്ലോ. അപ്പൊ നമുക്ക് ഇത് Yes. വാസ്റ്റ് ടോപ്പിക്സ് ആണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ പോകും. ഞാൻ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള കുറച്ച് റീസൺസ് നമുക്കതൊരു മെന്റൽ ഇമോഷണലി നമുക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് റീസൺസ് പറയാനുണ്ടാവും. റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഇങ്ങനെ എടുത്ത് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അതിലേറെ കുറച്ച് കാര്യങ്ങളിലേക്ക് ഇങ്ങനെ എത്തിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് ടോപ്പിക്സിലേക്ക് മാത്രം ഒതുങ്ങി പോയത്. Yes. യെസ് വേണു സർ. ഓക്കെ, എന്റെ പേര് മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഞാൻ കൈപൊക്കിയത്. അതെ, ഞാൻ വന്നിട്ട് ഈ നിങ്ങളുടെ ഇതിൽ ട്രെയിനറോ ഒന്നും അല്ല. അത് കാരണം ഐ ട്രൈ മൈ ബെസ്റ്റ് ടു കീപ് മൈസെൽഫ് ദീസ് ഡേയ്സ്. ന്യൂ ഇയർ റെസൊല്യൂഷനും കൂടിയാണ്. അത് ഞാനായിട്ട് ഇടിച്ചു കയറി ഒന്നും പറയാൻ പോകാറില്ല. അപ്പം ഈ ബേൺ ഔട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, യു ആർ എ ഹോമിയോപ്പതി ഡോക്ടർ, ഞാൻ അലോപ്പതി ഡോക്ടർ, അതും അമേരിക്കയിലാണ്. ഇവിടെ ഒരുപാട് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ട്സാണ് ജോബ് ബേൺ ഔട്ട്. ഒരുപാട് ഡോക്ടേഴ്സ് വന്നിട്ട് കുറേ പേര് ദേ ഡിസ്കന്യൂ ദി മെഡിക്കൽ പ്രാക്ടീസ് തന്നെ ബിക്കോസ് ഓഫ് ദി ബേൺ ഔട്ട്. വളരെ കോമൺ ആണ് ഇവിടെ. ഒരു നിയർലി 40% ഓഫ് ദി ഡോക്ടേഴ്സ്. ഞാൻ ഒരിക്കലും ബേൺ ഔട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടേ ഇല്ല. അതിന് കാരണം റീസൺ അതെങ്ങനെ എന്ത് വെച്ചാൽ വളരെ എളുപ്പമാണ്. ഇത് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ മിക്കവരും പ്രാക്ടീസ് ചെയ്യത്തില്ല. ഈ തിയറി പറഞ്ഞുകൊണ്ടിരിക്കും, ബുക്കെല്ലാം വായിച്ച് കലക്കി കുടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, ഞങ്ങളുടെ തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ ഇനി ഐ വോണ്ട് ടേക്ക് മോർ ദാൻ 3 or 4 minutes. രാവിലെ 8 മുതൽ 4:30 വരെയാണ് സ്കെഡ്യൂൾ. 14 ഡോക്ടേഴ്സാണുള്ളത്. 14 ഡോക്ടേഴ്സിനും ഐഡന്റിക്കൽ വർക്ക് ലോഡാണ്. വർക്ക് ലോഡ് ഐഡന്റിക്കലാണ്. ഒരു 15 പേഷ്യൻസിനെ നോക്കുക, പിന്നെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്തിൻ്റെയൊക്കെ 8 മുതൽ 4:30 വരെ. 3:30 ശേഷം ഒരു പേഷ്യന്റ് അപ്പോയിന്റ് ചെയ്യത്തില്ല. 1 hour ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്. ഈ 4:30 മണിക്ക് മുമ്പ് തന്നെ പണിയെല്ലാം തീർത്തിട്ട് 4:30 മണിയാകുമ്പോൾ ഗുഡ് ബൈ പറഞ്ഞു പോകുന്ന ഒരേ ഒരു ഡോക്ടർ ഞാൻ മാത്രം. ഇത് അഹങ്കാരം കൊണ്ടതൊന്നല്ല, ഫാക്ടിനെ ഫാക്റ്റായിട്ട് പറയാം. എന്തുകൊണ്ട്, എങ്ങനെ സാധിച്ചു? ബാക്കിയുള്ളവരെല്ലാവരും 5:30 മണി 7:30 മണി വരെയൊക്കെ ഇരിക്കുന്നവരുണ്ട്. എന്നിട്ട് വീട്ടിൽ എത്തുമ്പോൾ ദേ ഡോണ്ട് ഹാവ് ദി ടൈം ടു സ്പെൻഡ് വിത്ത് ദർ ചിൽഡ്രൻ. ടയേർഡ്. ഓ ദിസ് വർക്ക് ഈസ് കില്ലിങ് മീ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സായിപ്പും നമ്മുടെ നാട്ടുകാരും 2 കൂട്ടരും. എന്താണ് ആദ്യം ചെയ്യുന്നത്? നമ്പർ 1, ടൈം മാനേജ്മെന്റ് സ്കിൽസ് നേരെ പഠിക്കുന്നില്ല ആരും തന്നെ. ഹൗ ടു ബി എഫിഷ്യന്റ്. എഫക്റ്റീവ് മാത്രം പോരാ, നിങ്ങൾ എഫിഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ യെസ് ബേൺ ഔട്ട് വരത്തില്ല. 1-2 മാത്രമേ ഞാൻ പറയാം. ഇഫ് യു വാണ്ട് ടു പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഞാൻ പറഞ്ഞുതരാം. ഡെലിഗേഷൻ എന്നൊരു വാക്കുണ്ട്, DELEGATION. അത് ചെയ്യാറില്ല. വീട്ടിലെ പാരൻസ് ആണെച്ചാലും ചെയ്യാറില്ല. അവരെ കൊണ്ട് പലരും ചെയ്യിക്കണം. വീട്ടിൽ അടുക്കള പണി ചെയ്യുമ്പോൾ പെൺകുട്ടികളോ പയ്യന്മാരോ ഉണ്ടെങ്കിൽ, ഒരു 12 വയസ്സിന് മുകളിലുണ്ടെങ്കിൽ ഗെറ്റ് ദം. പഠിക്ക്. ഒന്നും മനമറിക്കാനില്ല. പഠിച്ചിട്ട് റിയൽ വേൾഡിലുള്ള എനിക്ക് അവരെയും കൊണ്ട് ഇൻവോൾവ് ചെയ്യിക്കണം. ഞാൻ അത് ചെയ്യുമായിരുന്നു. എൻ്റെ മോനെ അവിടുത്തെ വാഷിംഗ് മെഷീൻ, ഡ്രയർ രണ്ടും യൂസ് ചെയ്യാനായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. വീക്കെൻഡിൽ അവന്റെ ജോലിയാണ് തുണിയെല്ലാം ചെയ്യാനായിട്ടൊക്കെ. എന്തിനു ഞാൻ ചെയ്തുകൊണ്ടിരിക്കണം? അപ്പം ബേൺ ഔട്ട് വരും, ടൈമില്ല. ദി സെയിം വേ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ നേഴ്സസിന് ഡെലിഗേറ്റ് ചെയ്യുമായിരുന്നു. ബാക്കി ഡോക്ടേഴ്സ് നേഴ്സസിനെ ഡെലിഗേറ്റ് ചെയ്തില്ല. ടീമിൽ 2 നേഴ്സസ് ഉണ്ട്. 2 നേഴ്സസ് ഉണ്ട് ഓരോ ടീമിലും. എന്നിട്ട് അവരെ കൊണ്ട് ഒരു പണിയും ചെയ്യത്തില്ല. എല്ലാം പെർഫെക്ഷൻ. ഞാൻ ചെയ്താലേ ശരിയാകത്തുള്ളൂ എന്തും പറഞ്ഞ് രോഗികളത്തെ വിളിച്ച് പറയുന്നത്, രോഗിയെ വിളിക്കുന്നതും രോഗി കിട്ടത്തില്ല. ടൈം ഇങ്ങനെ പോവും. ഞാൻ നേരെ ഡെലിഗേറ്റ് ചെയ്യും. പോളാ, കുഡ് യു പ്ലീസ് കോൾ ദിസ് പേഷ്യന്റ് ആൻഡ് ലെറ്റ് ദം നോ എന്ന് പറഞ്ഞ് നേരെ അട്ടേക്കും. അടുത്ത മിക്കേല, അവർ ചെയ്തോളും. ഈ ഡെലിഗേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് ചെയ്യുന്നില്ല, ആർട്ട് ഓഫ് ഡെലിഗേഷൻ. അതുകൊണ്ട് നസീമാജി അതിനെ ഒന്ന് ഫോക്കസ് ചെയ്യുക. അത് വീട്ടിലും പെണ്ണുങ്ങളെല്ലാം വന്നിട്ട് പിള്ളേരെ വന്നിട്ട് അവരെ കൊണ്ട് പണിയിക്കുക.
ഒരു സ്കില്ലും സോഷ്യൽ സ്കിൽസ് വളർത്തത്തില്ല. ഗസ്റ്റ് വന്നാൽ നീ പോയി ഇരുന്ന് പഠിക്ക്. ഗസ്റ്റിന് എങ്ങനെയാണ് സോഷ്യൽ സ്കിൽസ് ഇല്ലാതെ ഇനിയുള്ള കാലത്ത് വിജയിക്കാൻ പറ്റത്തില്ല. സോ ഇത്രയും പറഞ്ഞാൽ നിർത്തുന്നത്. അതായത് ഡെലിഗേഷൻ 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 ബേൺ ഔട്ട് ഇല്ല. താങ്ക് യു. താങ്ക് യു വേണു സാർ. ഒരു നല്ല പുതിയൊരു കാര്യം കൂടി നമുക്ക് പറയുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും ആ ഡെലിഗേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് പറഞ്ഞു തന്നെ. താങ്ക് യു സാർ. സോ ഐ തിങ്ക് ഇനി ആരും ആഡ് ഓൺ ചെയ്യാനില്ല നെയ്മ മാം. ഓക്കെ. ഓക്കെ, അപ്പൊ ഇന്ന് എന്താ പറയണത്, ഏറ്റവും ഈസി ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നു അല്ലേ. സെൽഫ് ലവ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ബീങ് സെൽഫിഷ്, ഇറ്റ് ഇസ് നോട്ട് എ ലക്ഷറി അല്ലേ. ടേക്കിംഗ് കെയർ ഓഫ് ourselves is important when there is a priority to take care of others in the family എന്നുള്ളത് വളരെ ലളിതമായി തന്നെ ഇന്നത്തെ സെഷനിൽ മാം നമുക്ക് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ അതിലേക്ക് ചന്ദ്ര മാം ആയാലും വേണു സാർ ആയാലും ആഡ് ഓൺ ചെയ്തു. വളരെ മനോഹരമായൊരു ടോപ്പിക്. ഇതിൽ ആർക്കെങ്കിലും കേട്ട ആർക്കെങ്കിലും ഒക്കെ എന്തായാലും തീർച്ചയായിട്ടും ഒരു റീതിങ്കിങ് ഉണ്ടാവും, മാറ്റം ഉണ്ടാവും. പണ്ടൊരു സെഷനിൽ, ഞാൻ മോർണിംഗ് സെഷനിൽ പറഞ്ഞിരുന്നു, നമുക്ക് വേണ്ടി മുട്ട പുഴുങ്ങുമ്പോൾ നമുക്കും ഒരു മുട്ടയിട്ട് പുഴുങ്ങാൻ മറക്കരുത്, കഴിക്കണം എന്ന് ഒരു സെഷനിൽ പറഞ്ഞിരുന്നു. അപ്പൊ അത് കേട്ടിട്ട് സജ്ന മാം ഡെയിലി ഒരു മുട്ട കഴിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് മോർണിംഗ് സർക്കിളിൽ ഒരു കളിയാക്കലുണ്ട്. അപ്പൊ അതുപോലെയാണ് നമ്മൾ പലപ്പോഴും ചിലപ്പോൾ നമ്മൾ അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും വെൻ യു ഹിയർ ഇറ്റ് ഫ്രം സമ്മൺ എൽസ് നമ്മളൊന്ന് റീതിങ്ക് ചെയ്യും, അതിൽ എന്തെങ്കിലും ഒരു ഇൻപുട്ട് നമ്മൾ കൊണ്ടുവരും. ആൻഡ് ദാറ്റ് ഇസ് ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് മോർ ഓവർ അത് നമുക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടാക്കും അല്ലേ നേമ മാം. നമ്മളൊരു സെഷൻ എടുത്തു, ഒരു ക്ലാസ് എടുത്തു, 10-15 പേര് കേട്ടിട്ട് പോയി, ഒരാളെങ്കിലും ഒരു ചെറിയൊരു ഡിഫറൻസ് അവരുടെ ലൈഫിൽ നമ്മളെ കാരണം ഉണ്ടാക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് മോർ ദാൻ ഇനഫ് എന്നുള്ളതാണ്. അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് അല്ലേ. സോ താങ്ക് യു സോ മച്ച് ഫോർ ടുഡേസ് സെഷൻ. അതുപോലെ തന്നെ സീന മാം നല്ലൊരു ഇൻട്രോ തന്നു. താങ്ക് യു സീന മാം. അപ്പൊ ഇതുപോലെ തന്നെ മറ്റൊരു ട്രെയിനറുമായി നമുക്ക് ഇനി അടുത്ത ദിവസം, ദാറ്റ് ഇസ് ഓൺ തേഴ്സ്ഡേ, നമുക്ക് ട്രെയിനേഴ്സ് ടോക്കിൽ മീറ്റ് ചെയ്യാം. അന്നും ഇതുപോലെ എല്ലാവരും അറ്റൻഡ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പ്ലീസ്. ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ് ആണ്. യു മസ്റ്റ് ഹാവ് നോട്ടീസ്ഡ് അർച്ചനാജി, ഞാൻ വന്നിട്ട് 99% ടൈമിലും കറക്റ്റ് തുടങ്ങുന്ന ടൈമിൽ തന്നെ ഞാൻ കാണും. 7 എന്ന് പറഞ്ഞാൽ 7 ഞാനുണ്ട്, തീരുന്നവരുണ്ട്. എനിക്ക് ഇഫ് യു കം ടു ലേൺ സംതിങ് പകുതി വെച്ച് ഇറങ്ങിപ്പോരുത്. ഇവിടെ ഇവിടെ കാണുന്നത് നേരത്തെ ഉള്ള കുറെ എണ്ണം പൊയ്ക്കഴിഞ്ഞു ഇല്ല. അങ്ങനെ വരുമ്പോ അല്ലല്ല, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോയിട്ട് അവസാനം ദേ ഡോണ്ട് ലേൺ. ലേറ്റ് ആയിട്ട് വരിക, ഇടയ്ക്ക് പോവുക. അതെ, ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ നോട്ട് ഈവൻ 1 ഡേ ഒരു വർഷത്തിൽ വാസ് ലേറ്റ് ബൈ 1 സെക്കൻഡ് ഫോർ മൈ വർക്ക്. അതെന്റെ റെക്കോർഡാണ്. അത് കാരണം ഞാൻ എൻ്റെ സെൽഫ് എവാലുവേഷൻ അപ്രൈസൽ കൊടുക്കുമ്പോൾ ആദ്യത്തെ സെന്റൻസ് എഴുതുന്നത് 100% പങ്ക്ച്വാലിറ്റി ഇൻ റിപ്പോർട്ടിംഗ് ഫോർ വർക്ക്. ഇതിൽ അവർക്ക് കമ്പ്യൂട്ടറിൽ ലോഗ് ഓൺ ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിൽ അതാണ് സ്റ്റാമ്പ്, ടൈം സ്റ്റാമ്പ് അവിടെ വന്നു കഴിഞ്ഞു. അത് പ്രത്യേകം ഒന്നുമില്ല, 2 കൊമ്പൊന്നും എനിക്ക് ഉണ്ടായിട്ടല്ല. ഇതൊക്കെ എല്ലാം വിട്ടുപോവാണ്. ഞാൻ കാണുമ്പോൾ ശരി, ഞാൻ വെബിനാർസ് ഏറ്റവും കൂടുതൽ വെബിനാർസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഞാനാണ്. ഈ കഴിഞ്ഞ 5 കൊല്ലത്തിൽ ഐ ഹാവ് അറ്റൻഡഡ് or participated in more than 2,000 webinars. I am not kidding. അതിൽ ഒരു 100-300 എണ്ണം ഞാൻ തന്നെ സ്പീക്കറായിട്ട്, ബാക്കി മിക്ക ഞാൻ അറ്റൻഡിയായിട്ട്. അപ്പോൾ അതിലെല്ലാം വെച്ചാൽ ഐ കം വിത്ത് ദി പർപ്പസ് ഓഫ് ടു ലേൺ സംതിങ്. ഞാൻ ബാക്കിയുള്ളവരുടെ പ്രായം നോക്കാറില്ല. ഇതാണ് 25 വയസ്സുള്ള ഒരാൾ, അവരുന്ന് എന്തോ പഠിക്കാൻ. നോ, ഐ മേ ബി ഏബിൾ ടു ലേൺ സംതിങ് ഫ്രം ദാറ്റ് പേഴ്സൺ. ആ ഒരു ഇതിലാണ് വരുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഈഗോ വന്നു കഴിഞ്ഞാൽ, എനിക്ക് ഇത്രയൊക്കെ അറിയാം, എനിക്ക് ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഞാൻ ഇത്രയും കാലം എടുക്കാം, ഇവരൊക്കെ എന്തോന്ന് പറയാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇതെത്തില്ല. നോളജ് ഈസ് സോ വാസ്റ്റ്. അത് അങ്ങനെയുള്ള ആ ആറ്റിറ്റ്യൂഡ് വേണം. ടൈം മാനേജ്മെന്റ് പ്രോംപ്റ്റ് ടൈമിൽ വരണം. ലേറ്റ് ആയി കഴിഞ്ഞാൽ ആ ഇൻട്രൊഡക്ഷനിലാണ് കുറെ കാര്യങ്ങൾ പറയുന്നത്, അത് മിസ് ചെയ്യും. എബൌട്ട് ദി സ്പീക്കർ, ഈ സ്പീക്കർ ആരാണെന്നുള്ളത് അതുപോലെ നേരെ അറിയത്തില്ല. അത് വരുമ്പോഴാണ് ഇങ്ങനെ എന്താണ് സ്പീക്കറിനെ കുറിച്ച് അറിയണം, നമുക്ക് ടോപ്പിക്കും അറിയണം, സംസാരിക്കുന്ന ആളിനെ അറിയണം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച് everyone for joining. I think we'll wind up, alle? Yes, ma'am. So we'll wind up. Thank you so much everyone.
ഗുഡ് നൈറ്റ്. Thank you. Good night.